വിവാഹ ജീവിതം ചിലർക്കൊക്കെ സക്സസ് ആയിരിക്കും, എന്നാൽ വേറെ ചിലർക്ക് അത് ഫെയിലിയർ ആയിരിക്കും. ഈ ഒരു വീഡിയോ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പുനർജന്മമെന്നോ രണ്ടാം ജന്മമെന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരു കാൽഭാഗം മാത്രമാണ് സ്വന്തം വീട്ടിൽ ചെലവഴിക്കുന്നത്. ബാക്കി മനുഷ്യായുസ് മുഴുവൻ നമ്മൾ വിവാഹ ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആകണമെന്നൊക്കെ. എന്താണ് ഈ സ്ട്രോങ് ആകൽ? അതായത് വിവാഹത്തിന് മുൻപ് നമ്മൾ ജീവിച്ചത് നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുടെ കൂടെയായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് കുറവുകളും ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നമ്മുടെ രക്ഷിതാക്കളുണ്ടായിരുന്നു. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി അയാളുടെ സന്തോഷത്തിനു വേണ്ടിയോ അയാളുടെ കുടുംബ പാരമ്പര്യം നിലനിർത്തുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ അയാളുടെ സന്താന ഉൽപാദനത്തിനു വേണ്ടിയോ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അയാൾ സെലക്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റേജാണെന്ന് മനസ്സിലാക്കണം. അതായത് ഇതുവരെ നമ്മൾ ജീവിച്ചത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയായിരുന്നു, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുടെ കൂടെയായിരുന്നു. എന്നാൽ ഇനി ജീവിക്കേണ്ടത് നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ബോധം, ഏതു തിരക്കിനിടയിലും സ്വന്തം കാര്യം നോക്കാനും നമ്മളെ സന്തോഷവതിയായി ആരോഗ്യവതിയായി സുന്ദരിയായി വെക്കേണ്ടത് നമ്മുടെ മാത്രം ചുമതലയാണെന്നും എന്ന ബോധം ഓരോ പെൺകുട്ടിക്കും ഉണ്ടായിരിക്കണം. എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നല്ല. സ്നേഹിച്ചാൽ സന്തോഷം, പക്ഷേ ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയില്ലെങ്കിൽ അതൊരു നിരാശയായിരിക്കും. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ ആവശ്യമായ ഒരു മനക്കരുത്ത് നേടിയെടുക്കുകയാണ് വേണ്ടത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്നും നമ്മുടെ പാരൻസിനെ നോക്കേണ്ട ചുമതല നമ്മളിലുണ്ടെന്നും ഉള്ള ഒരു ബോധം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പെൺകുട്ടികളുടെ ആത്മഹത്യ. നമ്മുടെ പാരൻസ് നമ്മളെ സ്നേഹിച്ച പോലെ നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. നിങ്ങളെ സ്നേഹിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഏത് തിരക്കിനിടയിലും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം.